റമദാൻ നോമ്പിൻ്റെ സമയമാണല്ലോ ഇപ്പോൾ. നോമ്പ് തുറക്കാൻ പറ്റിയ ഒരു വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, ജീരകക്കഞ്ഞി. ജീരകക്കഞ്ഞിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബസ്മതി റൈസ് 1 കപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഒരു വലിയ അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് 4 അല്ലി, നെയ്യ് 1 ടേബിൾ സ്പൂൺ, അരയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം. പിന്നെ വെള്ളം വേണം. അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി അരി ഇടാം. നമ്മൾക്കിതിലേക്ക് ഉലുവ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇത് ചേർക്കാം. മഞ്ഞൾപ്പൊടി, നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തിള വന്നതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അരി ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം കൂടെ, ഒരു 3-4 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അരി വേകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും ജീരകവും കൂടെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അരി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തേങ്ങയുടെയും ജീരകത്തിൻ്റെയും കൂടെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇളക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിൽ ചുവന്നുള്ളി മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർക്കാം. നമ്മുടെ നോമ്പുതുറ സ്പെഷ്യൽ ജീരകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്.